ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം റിവൈസ് ഡേറ്റ് 20-3-1987, മുരളി ഡേറ്റ് 20-12-2020. മഹാവാക്യം ഹെഡിങ് ഇതാണ്: സ്നേഹോ സത്യത കി അതോറിറ്റി കാ ബാലൻസ്. സ്നേഹത്തിൻ്റെയും സത്യതയുടെയും അതോറിറ്റിയുടെ ബാലൻസ്. आज सत बाप सत शिक्षक सदगुरु अपने सत्यता के शक्तिशाली सत बच्चों से मिलने आए हैं. ഇന്ന് സത്യബാബ സത്യശിക്ഷകൻ സദ്ഗുരു തൻ്റെ സത്യതയുടെ ശക്തിശാലികളായ സത്യമക്കളോട് മിലനം ആഘോഷിക്കാൻ വന്നിരിക്കുന്നു. सबसे बड़े ते बड़ी शक्ति की अथॉरिटी सत्यता का ही है. ഏറ്റവും വലിയ ശക്തിയുടെ അതോറിറ്റി എന്നത് സത്യത തന്നെയാണ്. സത്ത് ദോ അർത്ഥ സേ കഹാ ജാത്ത. സത്ത് എന്ന പദത്തിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഏക് സത്ത് അർത്ഥാത് സത്യത ഓർ ദൂസറ സത്ത് അർത്ഥാത് അവിനാശി. സത്ത് എന്ന് പറയുമ്പോൾ ഒരർത്ഥം സത്യത എന്നാകുന്നു, മറ്റൊരർത്ഥമാണ് അവിനാശി എന്നത്. दोनों अर्थ से सत्यता की शक्ति सबसे बड़ी है. ഈ രണ്ട് അർത്ഥങ്ങളോട് കൂടുമ്പോൾ സത്യതയുടെ ശക്തി വലുതാകുന്നു. ബാപ് കോ സത് ബാപ് കേത്തെ. ബാപ് തോ അനേക് ലേക്കിൻ സത് ബാപ് ഏക് ഹി ഹെ. ബാബയെ സത്യബാബ് എന്നല്ലേ പറയുന്നത്. യഥാർത്ഥത്തിൽ അച്ഛന്മാർ ധാരാളമുണ്ട്, അനേകരുണ്ട്. പക്ഷേ സത് ബാപ് എന്ന് പറയുമ്പോൾ ഏകനാണ്. സത് ശിക്ഷക് സദ്ഗുരു ഏകീ ഹെ. സത് ശിക്ഷകനും സദ്ഗുരുവും ഏകനാകുന്നു. സത്യകോ ഹി പരമാത്മാ കേത്തെ അർത്ഥാത് പരം ആത്മാ ഹി വിശേഷത സത്യ ഹെ. സത്യത്തെ പരമാത്മ എന്ന് പറയും. ഗോഡ് ഇസ് ട്രൂത്ത്. അതായത് പരമമായിരിക്കുന്ന ആത്മ സത്യമാണ്. അവരുടെ വിശേഷത സത്യമാണ്. आपका गीत भी है സത്യ ഹി ഷു ഹെ. ബാബ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ കുട്ടികൾ ഉണ്ടാക്കിയൊരു പാട്ടുമുണ്ട്, സത്യം തന്നെ ശിവൻ എന്ന്. ദുനിയാമേ ബി കേത്തെ സത്യം ശിവം സുന്ദരം. ലോകത്തിലുള്ളവരും പറയാറുണ്ട്, മഹിമ പാടാറുണ്ട്, സത്യം ശിവം സുന്ദരം എന്ന്. तो सत्य शब्द की महिमा बहुत गाई हुई. साथ साथ बाप परमात्मा के लिए സച്ചിത്താനന്ദ സ്വരൂപ് കേത്തെ. അതോടൊപ്പം തന്നെ പരമാത്മാവായിരിക്കുന്ന ബാബയുടെ മഹിമ സച്ചിത്താനന്ദ സ്വരൂപനം എന്നുകൂടിയാണ്. ആപ് ആത്മാവോ കോ സച്ചിത്താനന്ദ കേത്തെ. നിങ്ങൾ ആത്മാക്കളെയോ സച്ചിത്താനന്ദം എന്ന് പറയുന്നു. तो सत्य शब्द की महिमा बहुत गाई हुई है. ലൗകികത്തിൽ പോലും സത് എന്ന പദത്തിന് ധാരാളം ഗായനമുണ്ട്. और कभी भी कोई भी कार्य में अथॉरिटी से बोलते तो यही कहेंगे ना, मैं सच हूँ. അതുപോലെ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ വളരെ അതോറിറ്റിയോടുകൂടി പറയുമ്പോൾ ഈ വാക്ക് പ്രയോഗിക്കാറില്ലേ, ഞാൻ സത്യമാണ്. इसलिए अथॉरिटी से बोलता हूँ. അതുകൊണ്ട് ഞാൻ വളരെ അതോറിറ്റിയോടുകൂടി പറയുന്നു. സത്യ के लिए गायन है सत्यता की नाव डोलेगी लेकिन डूबेगी नहीं. സത്യതയെക്കുറിച്ച് മറ്റൊരു ഗായനമാണ്, സത്യത്തിൻ്റെ തോണി ആടി ഒലയാം, പക്ഷെ ഒരിക്കലും മുങ്ങിപ്പോവുകയില്ല. ആപ് ലോഗ് ബി കേത്തെ ഹോ സച്ച് തോ ബിട്ടോ നച്ച്. ബാബ്ദാദ പറയുകയാണ്, നിങ്ങളും പറയാറില്ലേ സത്യതയുള്ളവർ നൃത്തം ചെയ്യുമെന്ന്. സച്ച അർത്ഥാത് സത്യതാക്കി ശക്തി വാല. സച്ച എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സത്യതയുള്ളവർ, സത്യതയുടെ ശക്തി ഉള്ളവർ. സദാ ഖുഷിമേ നാച്ചത്താ രഹേഗ. അവർ സദാ സന്തോഷത്താൽ നൃത്തം ചെയ്യും. ശക്തിശാലി ഹോഗ, സാമന കർനെ കി ശക്തി ഹോഗി, ഇസ്ലിയെ ഘബറായേഗ നഹി. അങ്ങനെയുള്ള കുട്ടികൾ ശക്തിശാലികളായിരിക്കും, എല്ലാത്തിനെയും നേരിടാനുള്ള കരുത്തുള്ളവരായിരിക്കും, ഒരിക്കലും ഭയപ്പെടുകയില്ല. സത്യതാക്കോ സോനേക്കെ സമാൻ കേത്തെ. സത്യതയെക്കുറിച്ച് എന്താണ് പറയാറുള്ളത്? തങ്ക സമാനം എന്ന് പറയും. അസത്യക്കോ മിട്ടിക്കെ സമാൻ കേത്തെ.
മിഥ്യത്തെ, അസത്യതയെ മണ്ണിന് സമാനമായി കാണുന്നു. ഭക്തി में भी जो परमात्मा की तरफ लगन लगाते हैं, ഭക്തി മാർഗത്തിലാണെങ്കിൽ പോലും ആർക്കാണോ പരമാത്മാവിനോട് സ്നേഹമുള്ളത്, ഉനോങ്കോ സത്സംഗി കേത്തെ, അവരെ സത്സംഗികൾ എന്ന് വിളിക്കും. സത് കാ സംഗ് കർണേ വാലേ, അതായത് സത്യത്തിൻ്റെ സംഘം ചേരുന്നവർ. और लास्ट में जब आत्मा शरीर छोड़ते हैं तो भी क्या कहते, ബാബ്ദാദ പറയണ അവസാനം ശരീരം ഉപേക്ഷിക്കുമ്പോൾ, മരണമുണ്ടാകുമ്പോൾ എന്താണ് പറയാറുള്ളത്? സത്നാം സംഗ്, സത്യത്തിൻ്റെ നാമം എടുക്കൂ, അഥവാ ഈശ്വരൻ നാമം ജപിക്കൂ എന്ന് പറയില്ലേ? തോ സത് അവിനാശി, സത്ത് സത്യ. അതുകൊണ്ട് സത്ത് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഒന്ന് അവിനാശി, മറ്റൊന്ന് സത്യം എന്നുള്ളത്. സത്യതാക്കി ശക്തി മഹാൻ ശക്തി ഹെ, സത്യതയുടെ ശക്തി മഹാൻ ശക്തിയാകുന്നു. വർത്തമാൻ സമയ മെജോറിറ്റി ലോഗ് ആപ് സബ്കോ ദേക്കർ ക്യാ കേത്തെ, വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങൾ മക്കളെ കാണുമ്പോൾ ലൗകിക ലോകത്തുള്ള ജനങ്ങൾ എന്താണ് പറയാറുള്ളത്? ഇനോമേ സത്യതാക്കി ശക്തി ഹെ, പറയാറില്ലേ? ഇവരിൽ സത്യതയുടെ ശക്തി ഉണ്ട്. തബ് ഇത്തനാ സമയ വൃദ്ധി കർത്തേ ഹുയെ ചൽ രഹേ ഹെ, അതുകൊണ്ടല്ലേ ഇത്രയും കാലങ്ങൾ, ഇത്രയും വർഷങ്ങളോളം അഭിവൃദ്ധി പ്രാപിച്ചു വന്നത്. സത്യത കബ് ഹിൽത്തി നഹി അച്ചൽ ഹോത്തി ഹെ, ബാപ്ദാദ പറയാണ്, സത്യത ഒരിക്കലും ഇളകിപ്പോവുകയില്ല, അചഞ്ചലമായിരിക്കും. സത്യത വൃദ്ധി കോ പ്രാപ്ത് കർണേ കി വിധി ഹെ, അഭിവൃദ്ധിയെ പ്രാപിക്കാനുള്ള വിധിയാണ് സത്യത. സത്യത കി ശക്തി സെ സത്യുഗ് ബനാത്തെ ഹോ, ഇവിടെ സത്യതയുടെ ബലത്തിലൂടെയാണ് സത്യുഗത്തെ നിർമ്മിക്കുന്നത്. സ്വയം ബി സത്യനാരായൺ സത്യലക്ഷ്മി ബനത്തെ, സ്വയം നിങ്ങൾ കുട്ടികൾ സത്യനാരായണനും സത്യലക്ഷ്മിയുമായി മാറുന്നു. യേ സത്യജ്ഞാൻ ഹെ, ഇത് സത്യജ്ഞാനമാണ്. സത് ബാബ് കാ ജ്ഞാൻ ഹെ, ആരുടെ ജ്ഞാനം? സത്യബാബയുടെ ജ്ഞാനമാണ്. ഇസ്ലിയേ ദുനിയാ സേ ന്യാരെ और പ്യാരാ ഹെ. ബാബ്ദാദ പറയാണ്, ഈ കാരണം കൊണ്ട് തന്നെയാണ് ഈ ജ്ഞാനം ലോകത്തിൽ നിന്നും വേറിട്ടതും പ്രിയമായതും ആയിരിക്കുന്നത്. तो आज बाप दादा सभी बच्चों को देख रहे हैं कि सत्य ज्ञान की सत्यता की अथॉरिटी कितने धारण की है. അപ്പോൾ ഇന്ന് ബാബ്ദാദ എല്ലാ കുട്ടികളെയും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യജ്ഞാനത്തിൻ്റെ, സത്യതയുടെ അതോറിറ്റി എത്രമാത്രം മക്കളിൽ ധാരണയായിട്ടുണ്ട്. സത്യത ഹർ ആത്മാക്കോ ആകർഷിത് കർത്തി ഹെ, സത്യത ഓരോ ആത്മാവിനെയും ആകർഷിക്കുന്നു. ചാഹെ ആജ് കി ദുനിയ ജൂട്ട് കണ്ട് ഹെ, ഇന്നത്തെ ലോകം എത്ര തന്നെ അസത്യതയുടേതായിരിക്കാം, സബ് ജൂട്ട്, എല്ലാം ഇവിടെ മിഥ്യം തന്നെ. അർത്ഥാത് സബ് മേ ജൂട്ട് മിലാ ഹുവ, എല്ലാത്തിലും അസത്യത കലർന്നിരിക്കുന്നു. ഫിർ ബി സത്യത കി ശക്തി വാലെ വിജയ് ബന്ദ്, എന്നിരുന്നാൽ പോലും സത്യതയുടെ ശക്തിയുള്ളവർ വിജയികളായിത്തീരുന്നു. സത്യത കി പ്രാപ്തി ഖുഷി ഓർ നിർഭയത ഹെ, ബാപ്ദാദ പറയാണ്, സത്യതയുടെ നേട്ടം എന്നുള്ളത് സന്തോഷവും പിന്നീട് നിർഭയതയാണ്. സത്യ ബോൽനെ വാല സദാ നിർഭയ ഹോഗ, സത്യം പറയുന്നവർ സദാ നിർഭയരായിരിക്കും. ഉൻകോ കബ് ഭയ നഹി ഹോഗ, അവർക്കൊരിക്കലും ഭയം ഉണ്ടാവുകയില്ല. तो सत्य नहीं होगा तो उनको भय जरूर होगा. ബാബ്ദാദ പറയണ, സത്യതയില്ല എങ്കിൽ അവരിൽ തീർച്ചയായും ഭയമുണ്ടാകും. तो आप सभी सत्यता के शक्तिशाली ശ്രേഷ്ഠ ആത്മായേ ഹോ, നിങ്ങൾ എല്ലാവരും തന്നെ സത്യതയുടെ ശക്തിയുള്ള ശ്രേഷ്ഠ ആത്മാക്കളാണ്. സത്യജ്ഞാൻ, സത്യഭാവ്, സത്യപ്രാപ്തി, സത്യയാദ്, സത്ഗുൺ, സത്യശക്തിയ സർവപ്രാപ്തി ഹെ. അതുകൊണ്ട് തന്നെ സത്യജ്ഞാനം, സത്യപിതാവ്, സത്യപ്രാപ്തി, സത്യ ഓർമ്മ, സത്യഗുണങ്ങൾ, സത്യശക്തികൾ, ഈ എല്ലാ പ്രാപ്തികളുമുണ്ട്. तो इतने अथॉरिटी का नशा रहता है,
ഇത്രയധികം അതോറിറ്റി ഉള്ളവരാണ് ആ ഒരു ലഹരി ഉണ്ടാകാറുണ്ടോ? അതോറിറ്റി കാ അർത്ഥ അഭിമാൻ നഹീ ഹൈ. അതോറിറ്റി അഥവാ അധികാരത്തിൻ്റെ അർത്ഥം അഭിമാനം എന്നല്ല. जितना बड़े थे बड़ी अथॉरिटी उतना उनकी वृत्ति में रूहानी अथॉरिटी रहती. എത്രത്തോളം ഞാൻ വലിയ അതോറിറ്റി ഉള്ളവനാകുന്നുവോ അത്രത്തോളം അവരുടെ വൃത്തിയിൽ, ചിന്താഗതിയിൽ ആത്മീയ അധികാരം, അതോറിറ്റി കാണപ്പെടും. വാണിമേ സ്നേഹോ നമ്രത ഹോഗി. അവരുടെ വാക്കുകളിൽ സ്നേഹവും വിനയത്വവും ഉണ്ടാകും. യഹി അതോറിറ്റിക്ക് നിഷാനി ഹെ. ഇത് തന്നെയാണ് അതോറിറ്റിയുടെ അടയാളവും. ജൈസെ ആപ് ലോഗ് വൃക്ഷ കാ ദൃഷ്ടാന്ത് ദേത്തെ ഹോ. ബാബ്ദാദ ഓർമ്മപ്പെടുത്തുന്നു, ഏതുപോലെ നിങ്ങൾ വിനയത്തിൻ്റെ ഉദാഹരണമായി ഫലത്താൽ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഉദാഹരണം കൊടുക്കാറുണ്ട്. വൃക്ഷമേ ജബ് സമ്പൂർണ്ണ ഫൽ കി അതോറിറ്റി ആ ജാത്തി. എപ്പോഴാണോ ഒരു വൃക്ഷത്തിൽ സമ്പൂർണ്ണ ഫലത്തിൻ്റെ അധികാരം, അതോറിറ്റി ഉണ്ടാകുന്നത്, തോ വൃക്ഷ ജുക്താ ഹെ. അപ്പോൾ അങ്ങനെയുള്ള വൃക്ഷം തലകുനിക്കുന്നു. അർത്ഥാത് നിർമ്മാൺ ബന്നേക്ക് സേവാ കർത്ത. വിനയത്തിൻ്റെ സേവനം അവിടെ അനുഷ്ഠിക്കുന്നു. ऐसे रूहानी अथॉरिटी वाले बच्चे कितनी बड़ी अथॉरिटी उतने निर्माण और सर्वस्नेही होंगे. അതുപോലെ എത്രമാത്രം ആത്മീയ അതോറിറ്റി ഉള്ള കുട്ടികളാകുന്നു, അത്രയും വലിയ അതോറിറ്റിയിലിരിക്കുമ്പോഴും അവർ വിനയമുള്ളവരും സർവസ്നേഹികളുമായിരിക്കും. ലേക്കിൻ സത്യതാ കി അതോറിറ്റി വാലെ നിരഹങ്കാരി ഹോത്തെ. എന്നാൽ സത്യതയുടെ അതോറിറ്റി ഉള്ളവർ നിരഹങ്കാരികളായിരിക്കും. तो अथॉरिटी भी हो, नशा भी हो और निरहंकारी भी हो. അതുകൊണ്ട് ബാബ്ദാദ പറയണേ, അതോറിറ്റി ഉള്ളവരുമായിരിക്കണം, ലഹരിയിലുള്ളവരുമായിരിക്കണം, അതേസമയം നിരഹങ്കാരികളും ആയിരിക്കണം. ഇസ്കോ കേത്തെ സത്യജ്ഞാൻ കാ പ്രത്യക്ഷ സ്വരൂപ്. ഇതിനെ പറയുന്നു സത്യജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ സ്വരൂപം, പ്രാക്ടിക്കൽ പ്രൂഫ്. अच्छा, बाप दादा नमस्ते പറയുന്നു. സർവ സത്യത के അതോറിറ്റി वाली श्रेष्ठ आत्माओं को, സർവ സത്യതയുടെ അതോറിറ്റി ഉള്ള ശ്രേഷ്ഠാത്മാക്കൾക്ക്, സർവ നവീനത और महानता को प्रत्यक्ष करने वाले सच्चे सेवादारी बच्चों को, സർവ നവീനതയുടെയും അതുപോലെ മഹാനതയുടെയും പ്രത്യക്ഷതപ്പെടുത്തുന്ന സത്യസേവാധാരികളായ കുട്ടികൾക്ക്, സർവസ്നേഹ और अथॉरिटी के ബാലൻസ് रखने वाले, എല്ലാവരോടുള്ള സ്നേഹവും അധികാരവും ബാലൻസായി വയ്ക്കുന്നവർക്ക്, हर कदम में बाप द्वारा ब्लेसिंग लेने के अधिकारी श्रेष्ठ आत्माओं को, ഓരോ കാൽവെപ്പിലൂടെയും ബാബയിലൂടെ അനുഗ്രഹങ്ങൾ നേടാനുള്ള അധികാരികളായ ശ്രേഷ്ഠാത്മാക്കൾക്ക്, സർവസത്ത് അർത്ഥാത് അവിനാശി രത്നോങ്കോ, സർവസത്ത് അതായത് അധികാരി രത്നങ്ങൾക്ക്, സർവസത്ത് അർത്ഥാത് സർവസത്ത് അർത്ഥമാണ് അവിനാശി രത്നങ്ങൾക്ക്, അവിനാശി പാർട്ട് ബജാനെ വാലോങ്കോ, അവിനാശി പാർട്ട് അഭിനയിക്കുന്നവർക്ക്, അവിനാശി ഖജാനയ്ക്ക് ബാലക്സോ മാലിക്കോങ്കോ, അവിനാശി സമ്പത്തിൻ്റെ ബാലക്സോ മാലികരായിരിക്കുന്ന ആത്മാക്കൾക്ക്, വിശ്വരചയിതാ സത്യഭാവ് സത് ശിക്ഷക് സദ്ഗുരു കാ യാദ് പ്യാരോ നമസ്തേ. വിശ്വരചയിതാവായ സത്യഭാവ സത് ശിക്ഷകൻ സദ്ഗുരുവിൻ്റെ സ്നേഹോർമ്മകളും നമസ്തേയും. വരദാൻ. मन के मौन से सेवा की नई इन्वेंशन निकालने वाले സിദ്ധി സ്വരൂപം. മനസ്സിൻ്റെ മൗനത്തിലൂടെ സേവനത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്ന സിദ്ധി സ്വരൂപമായി ഭവിക്കൂ. വിശദീകരണം. जैसे पहले पहले मौन व्रत रखा था तो सब फ्री हो गए थे. ബാബ യജ്ഞ ആരംഭകാലങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.
അപ്പോൾ മൗനവ്രതം വയ്ക്കുമായിരുന്നു. എല്ലാവരും അപ്പോൾ സ്വസ്ഥരായിരുന്നു, ഫ്രീ ആകുമായിരുന്നു. ടൈം ബച്ച് ഗയാത്ത, ഒരുപാട് സമയം ലാഭിക്കുമായിരുന്നു. ഐസെ അബ് മൻ കാ മൗൻ റഖോ, അതുപോലെ ഇപ്പോഴും മനസ്സിൻ്റെ മൗനം വയ്ക്കുക. ജിസെ വ്യർത്ഥ സങ്കൽപ് ആവേ ഹി നഹി, ഏത് തരത്തിലായിരിക്കണം മനസ്സിൻ്റെ മൗനം? അതിൽ വ്യർത്ഥ സങ്കല്പങ്ങൾ പോലും വരരുത്. ജയ്സെ മുഖ് സെ ആവാസ് നാ നിക്കലെ, ഏതുപോലെ മൗനം എന്ന് പറയുമ്പോൾ മുഖത്തിൽ കൂടി സംസാരിക്കാറില്ല, ശബ്ദം പുറത്ത് വരാറില്ല. വൈസെ വ്യർത്ഥ സങ്കല്പന ആയി, അതുപോലെ മനസ്സിൻ്റെ മൗനം എന്നാൽ വ്യർത്ഥ സങ്കല്പങ്ങൾ ഉണ്ടാകരുത്. യഹ് മൻ കാ മൗൻ, അതാണ് മനസ്സിൻ്റെ മൗനം. തോ സമയം ബച്ച് ജായേഗ, അപ്പോൾ സമയം ലാഭിക്കാൻ കഴിയും. ഇസ് മൻ കെ മൗൻ സെ സേവാ കി ഐസി നയി ഇൻവെൻഷൻ നിക്കലേഗി, ബാബ പറയുന്നു, ആ വിധത്തിൽ മനസ്സിൻ്റെ മൗനം വയ്ക്കുന്നതിലൂടെ സേവനത്തിൻ്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകും. ജോ സാധന കം ഓർ സിദ്ധി ജ്യാദ ഹോഗി, ആ കണ്ടുപിടുത്തങ്ങൾ സാധന കുറവും, അതായത് പുരുഷാർത്ഥം പ്രയത്നം കുറവും, എന്നാൽ സിദ്ധി കൂടുതലുമായിരിക്കും. ജൈസെ സയൻസ് കെ സാധൻ സെക്കൻഡ് മേ സിദ്ധി കോ പ്രാപ്ത് കരാത്തെ, ഏതുപോലെ വിജ്ഞാനത്തിൻ്റെ സാധനങ്ങളിലൂടെ ഒരു സെക്കൻഡിൽ വിധികൾ പ്രാപ്തമാക്കുന്നു. വൈസെ ഈ സൈലൻസ് കെ സാധൻ ദ്വാര, അതുപോലെ ഈ ശാന്തിയുടെ ശക്തിയിലൂടെ സെക്കൻഡ് മേ വിധി പ്രാപ്തോക, ഒരു സെക്കൻഡിൽ വിധികൾ പ്രാപ്തമാകും. സേവനം ചെയ്യാനുള്ള വിധികൾ, ടച്ചിങ് ഉണ്ടാകും. स्लोगन, जो स्वयं समर्पित स्थिति में रहते हैं, सर्व का सहयोग भी उनके आगे समर्पित होता. ആരാണോ സ്വയം സമർപ്പണ സ്ഥിതിയിലുണ്ടാകുന്നത്, അവരുടെ മുമ്പിൽ സർവരുടെ സഹയോഗവും സമർപ്പണമാകും. अच्छा, मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यारा गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ओम शांति.